സ്റ്റുഡൻസ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ 3rd ചാപ്റ്ററാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് ഫോർമുലാസ് ഇൻ എക്സൽ 2013. അപ്പം നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സൽസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എക്സലിൽ ഫോർമുലാസ് എങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഫോർമുലാസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാത്സിലൊക്കെ ഇഷ്ടം പോലെ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ടല്ലേ? ഒരു സം കാണാൻ, ആവറേജ് കാണാൻ, ഇതിനൊക്കെ ഫോർമുല അല്ല, ഇതിനൊക്കെ ഉള്ള ഒരു രീതി നമുക്കറിയാം. എങ്ങനെയാണ് സമ്മ് കാണുന്നത്, ആവറേജ് കാണുന്നത്, സർക്കിളിൻ്റെ ഏരിയ, സർക്കംഫറൻസ്, അതേമാതിരി ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ഇതിൻ്റെയൊക്കെ ഏരിയ, ഇതിനൊക്കെ ഓരോ പർട്ടിക്കുലർ ഫോർമുലയുണ്ട്. അപ്പോൾ ആ ഫോർമുല വെച്ച് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അങ്ങനെയല്ലേ? അല്ലേ? അപ്പോൾ എക്സലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലാസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എക്സലിലെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ, എ ഫോർമുല ഇൻ എക്സൽ 2013 is a sequence of values, cell references, functions or operators in a cell that produce a new value from existing values. ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൽ കുറേ വാല്യൂസ് ഉണ്ടാവും, സെൽ റെഫറൻസസ് ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. എന്ത് ചെയ്യും? ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് പുതിയൊരു വാല്യൂ, എക്സിസ്റ്റിംഗ് വാല്യൂസിൽ നിന്ന് പുതിയൊരു വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഫോർമുല യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു സെല്ലിൻ്റെ സമ്മ് കാണണം എന്ന് പറഞ്ഞാൽ, ഒരു കോളത്തിൻ്റെ സം വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? വാല്യൂസ് പറഞ്ഞു കൊടുക്കണം അല്ലേ? വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ കോളത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന വാല്യൂസ്. പിന്നെ സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഏത് കോളത്തിൻ്റെ സെല്ലിനെയാണ് നമ്മൾ, സെല്ലിലെ വാല്യൂ ആണ് എടുക്കേണ്ടത്. അതാണ് നമ്മൾ സെൽ റെഫറൻസിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഏത് കോളം, ആ കോളത്തിലെ ഏത് സെല്ല്, മനസ്സിലായോ? അതാണ് സെൽ റെഫറൻസ് ഒരു വാല്യൂ ആകാം, ഇല്ലെങ്കിൽ ഒരു കോളത്തിലെ ഫുള്ള് വാല്യൂസും സെല്ല് റെഫറൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സം ആകാം, പ്രൊഡക്റ്റ് കാണാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, എന്ത് വേണമെങ്കിലും ആവാം. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ, നമ്മൾ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്? പ്ലസ് ഓപ്പറേറ്റർ, മൈനസ് ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ, ഡിവിഷൻ ഓപ്പറേറ്റർ, ഗ്രേറ്റർ ദാൻ, അല്ലേ? ഇതൊക്കെ ആണ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ടേബിളിലുള്ള സെല്ലിൽ നിന്ന് നമ്മൾ പുതിയ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ എക്സലിൽ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈക്വൽ സൈനിലായിരിക്കണം. മനസ്സിലായോ? എപ്പോഴും ഒരു ഫോർമുല എഴുതുമ്പോൾ നമ്മൾ ഈക്വൽ സൈൻ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഫോർമുല എഴുതാൻ. ഓക്കെ, ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റിജർ, ന്യൂമറിക് വാല്യൂസും ആകാം, അതിൽ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള വാല്യൂസും ആകാം, അല്ലെങ്കിൽ സ്ട്രിങ്സും ആകാം. സ്ട്രിങ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ആൽഫബറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞത്. നമുക്ക് സ്ട്രിങ്ങിൽ നമുക്ക് എന്തെങ്കിലും വേർഡ്സ് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വാല്യൂസ്, സെൽ റെഫറൻസ്, ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ സ്ട്രിങ്സ് ആകാം. സ്ട്രിങ് എന്ന് വെച്ചാൽ ഒരു വേർഡ്, അതിൽ ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് കൂടുന്നതല്ലേ ഒരു വേർഡ്, അപ്പോൾ അതാണ് സ്ട്രിങ്സ്. പിന്നെന്താ? ഫോർമുല എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കണം? ഈക്വൽ സൈനിലായിരിക്കണം ഫോർമുല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏത് സെല്ലിലെ വാല്യൂസ് ആണ് നമുക്ക് ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടതെന്ന്. മനസ്സിലായോ? ഏത് സെല്ലിലെ വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിനെ സെല്ലിലെ വാല്യൂസ് എടുക്കാൻ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? ആ സെല്ല് ഏത് കോളത്തിലുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ B2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബി എന്ന് പറയുന്ന കോളത്തിലെ രണ്ടാമത്തെ സെല്ലിൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ B2 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ,
C2:C6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോളം സിയിലെ സെൽ നമ്പർ 2 ടു സെൽ നമ്പർ 6 വരെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ C2, C3, C4, C5, C6. അപ്പോൾ ഇത്രയും സെല്ലിലെ വാല്യൂസിനെ നമ്മൾ റെഫർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ, C2:C6. മനസ്സിലായോ? കോളം ബിയിലെ സെക്കൻഡ് സെല്ലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ B2 അല്ലേ. ഇനി കോളം ബിയിലെ ആറാമത്തെ സെല്ലിനെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ എങ്ങനെ കൊടുക്കണം? B6 എന്ന് പറഞ്ഞ് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ B6. ഇപ്പം കോളത്തില് ബി എന്ന് പറയുന്ന കോളത്തിലെ ആറാമത്തെ സെല്ലാണ് വേണ്ടതെങ്കിൽ B6 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി സി എന്ന് പറയുന്ന കോളത്തിലെ 10ാമത്തെ സെല്ലാണ് വേണ്ടതെങ്കിലോ എങ്ങനെ കൊടുക്കണം? സി എന്ന് പറയുന്ന കോളം പിന്നെ 10ാമത്തെ സെല്ല്, അതായത് ഇവിടെ C10 എന്ന് പറഞ്ഞ ആ കോളത്തിനെയാണ് നമ്മൾ, ഇല്ലെങ്കിൽ ആ ഒരു സെല്ലിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതേ നോക്കി. ഇനി അവർ പറഞ്ഞിരിക്കുകയാണ് C2:E8 എന്ന് പറഞ്ഞാൽ കോളം സി തൊട്ട് കോളം ഇ വരെ നമ്മൾ എടുക്കണം. അതിൽ ഏതൊക്കെ വാല്യൂസാണ് എടുക്കണ്ടേ? കോളത്തിലെ സി എന്ന് പറയുന്ന കോളത്തിലെ 2ാമത്തെ സെല്ല് തൊട്ട് ഇ എന്ന് പറയുന്ന കോളത്തിലെ 8ാമത്തെ സെല്ല് വരെയുള്ള വാല്യൂസ് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞ് A:F എന്ന് പറഞ്ഞാൽ റോയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന റോയും എഫ് എന്ന് പറയുന്ന റോയും. ഓക്കെ, ഇവിടെ A:F എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന കോളവും എഫ് എന്ന് പറയുന്ന കോളവും, റോയല്ല കോളം. എ എന്ന് പറയുന്ന കോളം തൊട്ട് എഫിലെ മുഴുവൻ കാര്യങ്ങളും, എ എന്ന് പറയുന്ന കോളത്തിൽ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതും എടുക്കണം, എഫ് എന്ന് പറയുന്ന കോളത്തിലെ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതും എടുക്കണം. ഇനി വെറുതെ 3:7 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റോയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റോ നമ്പർ 3യും റോ നമ്പർ 7ഉം. അപ്പം ഈ 2 റോസിലും ഉള്ള മുഴുവൻ വാല്യൂസ്. ഓക്കെ, 3rd റോയിലെയും 7th റോയിലെയും വാല്യൂസ് എടുക്കാനാണ് 3:7 എന്ന് കൊടുക്കുന്നത്. അതേസമയം A:F എന്ന് പറഞ്ഞാൽ കോളമാണ് ഉദ്ദേശിക്കുന്നത്. ആൽഫബറ്റിൽ കൊടുത്തിരിക്കുന്നത് കോളവും അല്ലെങ്കിൽ നമ്പറിൽ കൊടുത്തിരിക്കുന്നത് റോയിനെ ഡിനോട്ട് ചെയ്യാനാണെന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്? സം ഉണ്ട്, ആവറേജ് ഉണ്ട്, മിനിമം ഉണ്ട്, മാക്സിമം, കൗണ്ട് അല്ലെ. മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആ കോളത്തിലെ അല്ലെങ്കിൽ ആ റോയിലെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ. മാക്സ് എന്ന് പറഞ്ഞാൽ ആ റോയിലെ അല്ലെങ്കിൽ കോളത്തിലെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ. കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിലോ ഇല്ലെങ്കിൽ ഒരു റോയിലോ എത്ര സെൽസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് കൗണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ നമ്മൾ ഫോർമുലയിൽ ഉണ്ടാവുക? ഓപ്പറേറ്റേഴ്സ് അല്ലേ. ഓപ്പറേറ്റേഴ്സ് അഡീഷൻ ഓപ്പറേറ്റർ വരാം, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, റേസ്റ്റ്. ഓക്കെ, ഇത് റേസ്റ്റ് ആണ്. റേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ A² എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതത്തില്ലേ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റേസ്റ്റ്. ഇത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. അപ്പോൾ ഒരു ഫോർമുലയിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മൾ വാല്യൂസ് ഉണ്ടെന്ന് പഠിച്ചു. സെൽ റെഫറൻസ് കൊടുത്താൽ ഏത് വാല്യൂസിനെ നമ്മൾ എടുക്കണമെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കോളം എയിലെ 10 വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? A1 to A1:A10 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇപ്പം എനിക്ക് എയിലെ 9ാമത്തെ സെല്ല് മാത്രം മതിയെങ്കിലോ A9 എന്ന് കൊടുക്കുക അല്ലേ. അപ്പം അങ്ങനെ A:F എന്ന് പറഞ്ഞാലോ കോളം എ തൊട്ട് കോളം എയിലെയും കോളം എഫിലെയും എല്ലാ വാല്യൂസും. ഇതാണ് A:F. അതേസമയം 3:5 എന്ന് പറഞ്ഞാലോ 3rd റോയും 5th റോയിലെ എല്ലാ വാല്യൂസ്. ഓക്കെ, മനസ്സിലായല്ലോ അതിൻ്റെ. ഇനി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സം ഉണ്ട്, ആവറേജ് ഉണ്ട്, മിനിമം ഉണ്ട്, മാക്സിമം, കൗണ്ട്. ഓപ്പറേറ്റേഴ്സ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു ഫോർമുലയിൽ വരുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ഫോർമുല എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലായിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി സെൽ ആൻഡ് റേഞ്ച് റെഫറൻസ് അല്ലെങ്കിൽ സെൽ അല്ലെങ്കിൽ റേഞ്ച് റെഫറൻസ് എന്താണെന്ന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സെൽ റെഫറൻസ് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എ റെഫറൻസ് ഐഡൻറ്റിഫൈസ് എ സെൽ or range of cells in a worksheet and tells Excel where to look for the values or data you want to use in a formula. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെല്ലിലെ നമുക്കൊരു ഫോർമുലയ്ക്ക് വേണ്ടി ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി വാല്യൂസ് വേണം അല്ലേ.
അപ്പോൾ ഈ വാല്യൂസ് എവിടെയാണ് കിടക്കുന്നത്? സെല്ലിലാണ് കിടക്കുന്നത്. ഈ സെല്ലിനെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ റെഫറൻസ് പഠനം വിളിക്കുന്നത്. അപ്പോൾ റെഫറൻസ് എന്ത് ചെയ്യും? ഐഡൻറ്റിഫൈസ് എ സെൽ ഓർ റേഞ്ച് ഓഫ് സെൽ. റെഫറൻസ് എന്ത് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സെല്ലിനെയോ ഇല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെൽ, ഒന്നിലധികം സെല്ലിനെയോ എന്ത് ചെയ്യും? ഐഡൻറ്റിഫൈ ചെയ്യും. വർക്ക്ഷീറ്റിലുള്ള ഒരു സെല്ലിനെയോ ഇല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് സെല്ലിനെയോ അത് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് പിന്നെ എക്സലിനോട് പറയും ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വാല്യൂസ് നോക്കേണ്ടത്, ഫോർമുലയിൽ കൊടുക്കേണ്ട വാല്യൂസിനെ നോക്കേണ്ടത് ആ ഒരു റേഞ്ചിലാണെന്ന് എക്സൽ പറഞ്ഞു കൊടുക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോക്കി, ദ സെൽ ഇൻ കോളം ബി ആൻഡ് റോ 5 എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന കോളത്തിലെ 5ാമത്തെ റോയിലിരിക്കുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? B5 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ബി എന്ന് പറയുന്ന കോളത്തിലെ 5ാമത്തെ റോ അല്ലെങ്കിൽ 5ാമത്തെ സെല്ല്. 5ാമത്തെ റോ അല്ലെങ്കിൽ 5ാമത്തെ സെല്ല് എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? B5. ഇനി ദ റേഞ്ച് ഓഫ് സെൽ ഇൻ കോളം സി ആൻഡ് റോസ് 1 through 15 എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന കോളത്തിൽ 1ാമത്തെ റോ തൊട്ട് 15ാമത്തെ റോ വരെ, അതായത് ഒന്നാമത്തെ സി എന്ന് പറയുന്ന കോളത്തിൻ്റെ അടിയിലുള്ള 1ാമത്തെ സെല്ല് തൊട്ട് 15ാമത്തെ സെല്ല് വരെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, ആ അത്രയും റേഞ്ചിനെ കാണിക്കാനാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? C1 C15 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? റേഞ്ച് ഓഫ് സെൽസ് ഇൻ കോളം സി ആൻഡ് റോസ് 1 through 15 എന്ന് പറഞ്ഞാൽ എന്താ? സി എന്ന് പറയുന്ന കോളത്തിലെ 1ാമത്തെ റോ തൊട്ട് 15ാമത്തെ റോ വരെ, അതായത് സി എന്ന് പറയുന്ന കോളത്തിൻ്റെ അടിയിൽ 1ാമത്തെ സെല്ല് തൊട്ട് 15ാമത്തെ സെല്ല് വരെയാണ് നമുക്ക് റേഞ്ച് കാണിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം. ദ റേഞ്ച് ഓഫ് സെൽസ് ഇൻ റോ 5 ആൻഡ് കോളം എ ത്രൂ ഇ എന്ന് പറഞ്ഞാൽ റോ 5 എന്ന് പറയുമ്പോൾ എന്താ? 5 വരുന്നത്. ആൻഡ് കോളം എ ത്രൂ ഇ എന്നും പറഞ്ഞിട്ടുണ്ട്, അതായത് എയിലെ 5ാമത്തെ കോളം തൊട്ട് ഇയിലെ 5ാമത്തെ കോളം വരെ. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയാണ് A5 E5 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓൾ സെൽ ഇൻ റോ 10, അതായത് 10 എന്ന് പറയുന്ന റോയിലെ എല്ലാ വാല്യൂസും വേണമെന്നുണ്ടെങ്കിൽ 10 എന്ന് പറയുന്ന റോയിലെ എല്ലാ വാല്യൂസും വേണമെങ്കിലാണ് നമ്മൾ 10:10 കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിക്കേ, ഓൾ സെൽസ് ഇൻ റോ 2 through 4, അതായത് എല്ലാ സെൽസിലെ ഒരു പർട്ടിക്കുലർ കോളം എന്നൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാ സെൽസിലെയും റോ 2 തൊട്ട് 4 വരെ. അപ്പോൾ റോസ് ആണ് ഇവിടെ നോക്കേണ്ടത്. റോസ് നോക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ആ ഒരു ഡിജിറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ, ആ ഒരു റോയുടെ നമ്പർ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ 2:4 വരും. ഓൾ സെൽസ് ഇൻ റോ 2 through 4 എന്ന് പറഞ്ഞാൽ 2ാമത്തെ തൊട്ട് 4ാമത്തെ റോ വരെയുള്ള വാല്യൂസ് അത് കിട്ടാനാണ് നമ്മൾ 2:4 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി ഓൾ സെൽസ് ഇൻ കോളം ഡി, കോളം ഡിയുടെ അടിയിലുള്ള എല്ലാ സെൽസും വേണമെന്നുണ്ടെങ്കിൽ D:D കൊടുത്താൽ മതി, അവിടെ നമ്പർ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഓൾ സെൽസ് ഇൻ കോളം A through 6 ആണെങ്കിലോ A:C എന്ന് പറഞ്ഞു കൊടുക്കുക. ദ റേഞ്ച് ഓഫ് സെൽസ് ഇൻ കോളം D through F ആൻഡ് റോസ് 5 through 10 എന്ന് പറഞ്ഞാലോ, അപ്പം D5 തൊട്ട് F10 വരെയുള്ള വാല്യൂസ് അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? D5:F10 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ABCD എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ എനിക്ക് B5 ആണ് വേണ്ടതെങ്കിൽ ഇവിടെയാണ് നമ്മുടെ വാല്യൂ വരുന്നത് അല്ലേ, ഇതാണ് B5 അല്ലേ. ഇനി C1 ഏതാ? ഇതാണ് C1, ഇത് C2 അല്ലേ. അങ്ങനെയാണ് സെല്ലിൻ്റെ വാല്യൂസ് പോകുന്നത്. ഓക്കെ, ഇത് A1, ഇവിടെ A2, ഇവിടെ A3, അങ്ങനെ എത്ര വാല്യൂസ് ഉണ്ടെന്ന് വെച്ചാൽ അത്. ഇനി ഇവിടെ B5 അല്ലേ,
കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ റേഞ്ച് വരുന്നത്. നോക്കിക്കേ, ഇത് A1, എ എന്ന് പറയുന്ന കോളത്തിലെ A1 എന്ന് പറയുന്ന റോ അല്ലെങ്കിൽ സെല്ല്. ഓക്കെ, A1 എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ വരുള്ളൂ. ഇനി C1 ടു C5 എന്ന് പറഞ്ഞാലോ ഈ ഇത്രയും വാല്യൂസും വരും അല്ലേ. അപ്പോൾ C1 ഈസ് ടു C5 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് മുഴുവൻ വരും അല്ലേ. C1 ഈസ് ടു C5 എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് വരും. ഇനി C2 ടു D3 എന്ന് പറഞ്ഞാലോ, C2 ടു D5 എന്ന് പറഞ്ഞാലോ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള വാല്യൂസ് കംപ്ലീറ്റ് വരും. ഇവിടം വരെ ഉള്ള വാല്യൂസ് മുഴുവൻ വരും. ഈ ഒരു ഇത്രയും വാല്യൂസ് ആയിരിക്കും C2 ടു D5 എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് വരുന്നത്. മനസ്സിലായി? A1 B1 എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് മനസ്സിലായി? ഈ ഓരോ കോളത്തിലെയും ഈ സെല്ലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ സെല്ലിനെ നമുക്ക് കിട്ടിയാലല്ലേ ആ സെല്ലിലെ വാല്യൂസിനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ റെഫറൻസ് കൊടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അടുത്തത് യൂസിങ് ഫോർമുല. ടു എൻ്റർ എ ഫോർമുല, സെലക്ട് എ സെൽ ആൻഡ് എൻ്റർ ദ ഫോർമുല ഇൻ ദ സെൽ ഓർ ഇൻ ദ ഫോർമുല ബാർ. ഓക്കെ, അപ്പോൾ ഒരു ഫോർമുല കൊടുക്കാൻ വേണ്ടി ഒന്നിൽ നമുക്ക് ഏത് സെല്ലിലാണോ റിസൾട്ട് വരേണ്ടത് ആ സെല്ലിൽ വേണം നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴാണോ ഫോർമുല കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈക്വൽ സൈൻ ഇട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ടിക്ക് സൈൻ ഫോർമുല ബാറിൽ കൊടുക്കുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് ആ കോളത്തിൽ ഡിസ്പ്ലേ ആയി വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കി, ഇവിടെയാണ് നമ്മളിപ്പോൾ എഴുതേണ്ടതെങ്കിൽ ഇവിടെയാണ് നമുക്ക് ടോട്ടൽ വരേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ഫോർമുല എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫോർമുല ബാർ. ഈ ഫോർമുല ബാറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമുല എഴുതാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഫോർമുല ബാറിലാണ് എഴുതുന്നതെങ്കിൽ ഈ ഒരു ടിക്ക് സൈൻ നിങ്ങൾ കൊടുക്കണം. അതേസമയം ഇവിടെയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ എൻ്റർ പ്രസ് ചെയ്താൽ മതി. അപ്പോഴേ നമുക്ക് റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ആയി കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിക്കുക, റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3 ഈ 3 മാർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ കിട്ടണം. ഈ ടോട്ടൽ എന്ന് പറയുന്നത് ഈ 3 കോളത്തിൻ്റെയും എന്താണ്? സമ്മാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ ഫോർമുല എഴുതിയത് നോക്കിക്കേ. ആദ്യം ഈക്വൽ സൈൻ ഇട്ടു. പിന്നെ ഈ ബി എന്ന് പറയുന്ന കോളത്തിലെ എത്രാമത്തെ സെല്ലാണ്? ഈ 62 അല്ലേ, രണ്ടാമത്തെ സെല്ല്. കണ്ടോ, ഇവിടെ രണ്ടാമത്തെ സെല്ലാണ് 67. അപ്പോൾ ഈ 67 കിട്ടാൻ വേണ്ടി, ഈ 67 എന്ന് പറയുന്ന വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഏത് സെല്ലാണ് കൊടുക്കേണ്ടത്? B2 അല്ലേ. അതേപോലെ B2 + C2 + D2 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? അവിടെ നമുക്ക് ആ ഫോർമുല ഡിസ്പ്ലേ ആയി കിട്ടും. കാണിച്ചു തരാവേ. അതായത് ഇപ്പം ഇവിടെ എന്താ വേണ്ടത്? ഇവിടെ റോൾ നമ്പർ കൊടുക്കുക. റോൾ നമ്പർ, പിന്നെ ടെസ്റ്റ് 1ൻ്റെ മാർക്ക്, ടെസ്റ്റ് 2ൻ്റെ മാർക്ക്, ടെസ്റ്റ് 3യുടെ മാർക്ക്. ഇവിടെ നമുക്ക് ടോട്ടൽ വേണം. ഓക്കെ, അപ്പോൾ റോൾ നമ്പർ എന്താ? 1001. ഇവിടെ മാർക്ക് വരുമ്പോൾ മാർക്ക് ഇപ്പോൾ 78, 98, 100. അപ്പോൾ എനിക്കെന്ത് വേണം? ഈ 3 മാർക്ക് 78 + 98 + 100 എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് വേണം ഇവിടെ എനിക്ക് ടോട്ടലിൻ്റെ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആദ്യം എനിക്ക് ഈ സെല്ല് എടുക്കണം അല്ലേ. ഈ 78 എന്ന് പറയുന്നത് ഏത് സെല്ലാണ്? രണ്ടാമത്തെ റോയിലെ സെല്ലാണ് അല്ലേ. ബി എന്ന് പറയുന്ന കോളത്തിലെ രണ്ടാമത്തെ റോയിലാണ് ഈ 78 കിടക്കുന്നത്. അപ്പം ഞാനിവിടെ എങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യേണ്ടത്? B2 അല്ലേ. അപ്പോൾ ആദ്യം ഫോർമുല എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈക്വൽ സൈന് കൊടുക്കുക. ഇതാണ് ഫോർമുല ബാർ. ഒന്നിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോളത്തിൽ സെല്ലിലും കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ B2
B2 എഴുതി. B2 അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് കണ്ടോ, B2. ഇനി 98 എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത്? സി എന്ന് പറയുന്ന കോളത്തിലെ രണ്ടാമത്തെ റോ അല്ലേ. അപ്പം എന്താ എഴുതണ്ടേ? C2 C പ്ലസ് C2. അപ്പോൾ ദേ നോക്കി, അടുത്തതും സെലക്ട് ആയി അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡി എന്ന് പറയുന്ന കോളത്തിലെ രണ്ടാമത്തെ റോ വേണം, അതായത് D2 കൂടെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒന്നിൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ടിക്ക് പ്രസ് ചെയ്യുക. നോക്കിക്കേ, നമ്മൾ ആ ഫോർമുലയാണ് ഒപ്പം ഡിസ്പ്ലേ ആയത്. ഈ 3 വാല്യൂസും ആഡ് ചെയ്ത റിസൾട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ആയത്. അപ്പം നമ്മൾ ഫോർമുല എഴുതിയിട്ട് ഒന്നിൽ എൻ്റർ കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ ടിക്ക് സൈൻ ടിക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോർമുലയ്ക്ക് പകരം അവിടെ വരുന്നത് ആ കാൽക്കുലേറ്റഡ് റിസൾട്ട് ആയിരിക്കും. അത്രയും കാര്യം മനസ്സിലായോ? അപ്പം ഇവിടെ വരുന്ന എന്താ? റിസൾട്ടാണ് വന്നതല്ലേ. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുല റൺ ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർമുലാസ്, ഈ ഒരു ഫോർമുല കൊണ്ട് നമുക്ക് ഈ 3 സെല്ലിൻ്റെയും അഡീഷൻ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നു. ഇതാണ് എന്ത് ചെയ്യുന്ന ഒരു സിമ്പിൾ ഫോർമുല കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ എന്താ ചെയ്ത, ആദ്യം നമ്മൾ സെൽ റെഫറൻസ് വേണം അല്ലേ. സെൽ റെഫറൻസ്, ഈ 78ൻ്റെ സെൽ റെഫറൻസ് എന്ന് പറയുന്നത് എന്താ? ബി ആണ്. ബി എന്ന് പറയുന്ന കോളത്തിലാണ് 78 ഉള്ളത്. അത് ഏത് സെല്ലിൽ വരും? 2 എന്ന് പറയുന്ന റോയിലാണ് ഈ ഒരു 78 ഉള്ളത്. അപ്പം B2 മനസ്സിലായോ? C2 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ ആണ് 98. അതേപോലെ D2 എന്ന് പറയുന്ന സെല്ലിലെ വാല്യൂ ആണ് 100. അപ്പം നമ്മൾ സെൽ റെഫറൻസ് എടുക്കാൻ മനസ്സിലാക്കിയിരിക്കണം. സെൽ റെഫറൻസ് ഒന്നുമില്ല, കോളം നെയിം കൊടുക്കുക. ആ കോളത്തിലെ ഏത് റോയാണോ ആ റോയുടെ നമ്പറും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് പോയിൻറ്റിങ്. ഇപ്പോൾ നമ്മൾ റെഫറൻസിന് എന്താ ചെയ്തേ? റെഫറൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു അല്ലേ. B2 പ്ലസ് C2 പ്ലസ് D2 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ഡിസ്പ്ലേ ആക്കാൻ ഒരു വഴിയുണ്ട്. അതാണ് പോയിൻറ്റിങ്. പോയിൻറ്റിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിൻ്റെ റെഫറൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നോക്കിക്കേ, an easier method of adding cell reference to a formula is to click on a cell instead of typing the cell address. ഇപ്പം നമ്മൾ A2 B2 എന്നൊക്കെ പറയുന്നത് സെല്ലിൻ്റെ അഡ്രസ് ആണ്. അതായത് അതിൻ്റെ വാല്യൂ എവിടെയാണോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ A2 B2 C2 എന്നൊക്കെ പറഞ്ഞ് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ സെൽ അഡ്രസ്സാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് ഏത് വാല്യൂ ആണോ വേണ്ടത് ആ വാല്യൂ ഇരിക്കുന്ന സെല്ലിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഈക്വൽ ടു സൈൻ കൊടുക്കുക. അത് കഴിഞ്ഞ് വാല്യൂ ഇരിക്കുന്ന സെല്ലിനെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വാല്യൂ അതിലുള്ള ഓട്ടോമാറ്റിക്കലി ആ സെൽ അഡ്രസ്സ് നമ്മുടെ ഫോർമുല എഴുതുന്ന സെക്ഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ആവും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിനെയാണ് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. നമ്മൾ സെല്ലിൻ്റെ അഡ്രസ്സ്, അതായത് B2 C2 എന്ന് ഒക്കെ ഫോർമുലയിൽ കൊടുക്കുന്നതിന് പകരം ഈക്വൽ സൈൻ ഇട്ടിട്ട് ഏത് സെല്ലിലെ വാല്യൂ ആണോ നമുക്ക് വേണ്ടത് ആ സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ സെല്ല് ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ അഡ്രസ്സ്, അതായത് B2 എന്ന് പറയുന്ന സെല്ലാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് B2 എന്ന് ഫോർമുല ബാറിൽ അല്ലെങ്കിൽ ഫോർമുല എഴുതുന്ന സ്ഥലത്ത് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളൊരു സെല്ലിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒരു മൂവിങ് ഡാഷ്ഡ് ബോർഡർ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനെ മാർക്ക് എന്നാണ് പറയുന്നത്. മൂവിങ് ഡാഷ്ഡ് ബോർഡർ ആയിട്ടുണ്ട്. അതായത് ആ ഒരു ഡാഷ്ഡ് ബോർഡർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെയായിരിക്കും നമ്മൾ പോയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഏതൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ടൈപ്പ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇവിടെ അടുത്തത് 1002, ഇവിടെ 90, 98,
96 എന്ന് പറഞ്ഞ് കൊടുത്തു. ഇവിടെ നമുക്ക് എന്താ വരേണ്ടത്? ടോട്ടലാണ് വരേണ്ടത് അല്ലേ? അപ്പം നമ്മളൊരു ഫോർമുല കൊടുക്കാൻ വേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈക്വൽ സൈൻ കൊടുക്കണം അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? റെഫറൻസ് നമ്മൾ കൊടുക്കുമായിരുന്നു അല്ലേ? ഇത് നമ്മൾ റെഫറൻസ് അല്ലെങ്കിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് എനിക്കിനി 90 അല്ലേ വേണ്ടത്, ഞാൻ ഈ 90 ഇരിക്കുന്ന സെല്ലൊന്ന് ക്ലിക്ക് ചെയ്തു. കണ്ടോ? ഓട്ടോമാറ്റിക്കലി സെല്ലിൻ്റെ അഡ്രസ്സായ B3 ഇവിടെ ഡിസ്പ്ലേ ആയത് കണ്ടോ? ഇവിടെ ഒരു ഡോട്ടഡ് മൂവിങ് ഡാഷ്ഡ് ലൈൻ കാണുന്നില്ലേ? ഇതിനെയാണ് മാർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ പോയിന്റിങ് എന്ന് പറയുന്നത്. അതായത് സെല്ല് അഡ്രസ്സ് കൊടുക്കാതെ തന്നെ നമുക്ക് സെല്ലിനെ പോയിന്റ് ചെയ്തുകൊണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ അഡ്രസ്സ് എടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ പോയിന്റിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടേ? പ്ലസ്. ഇനി അടുത്തത് 98 വേണം അല്ലേ? അപ്പം നമ്മൾ 98 വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താ? ഇവിടെ C3 വന്നു അല്ലേ? ഇനി എന്താ വേണ്ടേ? പ്ലസ് 96 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ D3 ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി നമുക്ക് ടിക്ക് ക്ലിക്ക് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമുക്ക് ആ 3 നമ്പേഴ്സ് ആഡ് ചെയ്ത റിസൾട്ട് ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ഡിസ്പ്ലേ ആയി കാണിക്കും. അപ്പോൾ ഇതാണ് പോയിന്റിങ്, ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തേക്ക് നിങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളത് നോക്കുക, ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എക്സൽ ഉള്ളവർ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.